2025 നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്തു എന്നൊരു ഒരു ക്വസ്റ്റ്യൻ Q&A ആയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2025 ബ്രോ എന്താണ് പഠിച്ചത്, അതായത് ഞാൻ എന്താണ് പഠിച്ചത്. മേജർ തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചത് എങ്ങനെ നെഗറ്റിവിറ്റി ഡീൽ ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നു, അത്യാവശ്യം റീച്ച് കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല ഉള്ളത്, നമ്മളെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, പല റീസൺസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സിനാരിയോ ഡീൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. നമ്മൾ ജനുവരിയിലാണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്നത്, അക്കൗണ്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ഐ തിങ്ക് 1800 സംതിങ് ഫോളോവേഴ്സ് ഉള്ളായിരുന്നു. ഓക്കെ, നമ്മൾ ഈവൻ ദോ നമ്മൾ 2018 ഈ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും 2025 വരെ, അതായത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ 2024 നവംബർ വരെ നമുക്ക് ഒരു 1800 ഫോളോവേഴ്സേ ഉള്ളായിരുന്നു. അവിടുന്ന് കൃത്യം 1 ഇയർ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 30K സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ട്. ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. ഈ 30,000 പേര് ഫോളോവേഴ്സ് കൂടിയതിന്റെ ഇടയിൽ ഞാൻ പഠിച്ചൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ നെഗറ്റിവിറ്റി ഡീൽ ചെയ്യും. കാരണം ഇനിഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഒരു 3-4 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ തന്നെ ഇൻബോക്സിൽ വന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ മേ ബി ആദ്യം മുതലുള്ള ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം, പല സ്റ്റോറിയിലും പറഞ്ഞിട്ടുണ്ട് എന്താണ് ബ്രോ ഇത്ര റൂഡാണെന്നുള്ളത്. ഞാൻ അങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്ക് റൂഡാന്ന് തോന്നും. പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഐ എം യൂസ് ടു ഇറ്റ്. എന്ത് ചെയ്യണം എന്നുള്ളത്, കാരണം നമുക്കിത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അതായത് നെഗറ്റിവിറ്റി എന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ കുറ്റം പറയുന്നതോ ഇപ്പം നമ്മളോട് ദേഷ്യം കാണിക്കുന്നതോ പല റീസൺസും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ റിയാക്ട് ചെയ്യുന്നിടത്താണ് വിഷയം വഷളാകുന്നത്. നമ്മുടെ ലൈഫിലാണെങ്കിൽ, ഇപ്പോൾ കമന്റ് ബോക്സ് മാത്രമല്ല, ലൈഫിലാണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണത്. കാരണം നമ്മൾ ഒരു സ്റ്റേജിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻ, എനിക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് എങ്ങനെ ഇങ്ങനത്തെ ഉള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം. കാരണം നമ്മൾ കൂടെ നിൽക്കുന്നവർ എന്താണ്, നമ്മുടെ കൂട്ടുകാരാണോ അതോ എനിമീസ് ആണോ നമുക്കറിയില്ല. ഇപ്പം മാറി നിന്ന് നമ്മളെ കുറ്റം പറയും, പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ പീപ്പിൾസിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പഠിച്ചു. ഇപ്പോൾ 2025 എൻ്റെ ഒരു അച്ചീവ്മെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മൈൻഡ് സെറ്റ് എൻ്റയർലി മാറ്റി. അത് ഈ പറഞ്ഞ പോലെ ഈവൻ എൻ്റെ കരിയറിലും എൻ്റെ ട്രേഡിങ്ങിലും അത് നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ കൂടുതൽ കാമാണ്. ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഷോർട്ട് ടെമ്പേർഡ് അല്ല. അപ്പോൾ എന്ത് വന്നാലും സ്കൂൾ, കാരണം അയ്യപ്പനും കോശിയിലും പറയുന്ന പോലെ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷൻ്റെ ഏറ്റവും എക്സ്ട്രീമിൽ നിന്ന് ചിന്തിച്ചാൽ, അതായത് വേസ്റ്റ് സിറ്റുവേഷൻ്റെ ഏറ്റവും എക്സ്ട്രീമിൽ നിന്ന് ചിന്തിച്ചാൽ പിന്നെ ബാക്കി എല്ലാവരും കൂൾ മൈൻഡാണ്. സോ ബി ലൈക്ക് ദാറ്റ്. അപ്പോൾ എനിക്കും നിങ്ങളോട് അതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ലൈഫിലൊരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതങ്ങ് വിടുക. നെഗറ്റിവിറ്റി അത് ആ വഴിക്ക് പൊക്കോളും. ഇന്ന് നെഗറ്റീവ് പറയുന്നവർ നാളെ പോസിറ്റീവ് പറയാം, ഇന്ന് പോസിറ്റീവ് പറയുന്നവർ നാളെ നെഗറ്റീവും പറയാം. ഇറ്റ് ഹാപ്പൻസ്. നമുക്ക് ആരുടെയും വാടയ്ക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാം. സോ ഓൺ ഇറ്റ്.